ഇന്നലെ ഇവിടെ സാഹിത്യ അക്കാദമിയുടെ മുന്നിൽ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച കുറെ പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ സന്ദർഭത്തിലാണ് ഇവിടെ ഈ സംഭാഷണം, ഒരുപക്ഷെ കവിതയും ഭരണഘടനയും എന്ന് പറയുന്ന സംഭാഷണം നടക്കുന്നത്. അപ്പൊ അവര് പ്രതിഷേധിക്കാൻ ശ്രമിച്ചത് യുദ്ധത്തിനെതിരെയാണ്, അല്ലാതെ ഭീകരരെ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്നതിനോ ഒന്നുമല്ല. അതിന്റെ കാരണം, ലോകത്ത് ഇതുവരെ യുദ്ധം ഉണ്ടാക്കിയ കെടുതികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനം അവശേഷിപ്പിക്കുക എന്ന് പറയുന്നത്, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താല് അത് അവസാനമായിട്ട് അവശേഷിപ്പിക്കുക എന്ന് പറയുന്നത് കുറെ മനുഷ്യരുടെ, നിരപരാധികളുടെ ചോരയും അനാഥത്വവും അല്ലെങ്കിൽ ദുരിതവും ഒക്കെ ആയിരിക്കും നമുക്കറിയാം. അപ്പോ അങ്ങനെയുള്ള ഒരു ബോധ്യമുള്ള ഒരു സ്ഥലത്ത് യുദ്ധത്തിനെതിരെ, ബോധ്യം ഒന്നുണ്ടായതല്ല. സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക യുദ്ധത്തിന്റെ കാലത്ത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന, പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന കവിയാണ് സമാധാനം സമാധാനം ലോകത്തിന് സമാധാനം എന്ന് പറഞ്ഞ് ജാഥ നടത്തിയത്. അപ്പോ ആത്യന്തികമായി നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഒരു വ്യവഹാരത്തിനെതിരെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സംസാരിക്കുമ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോകമാണ് ഇന്നും ഉള്ളത്. നമുക്കറിയാം, ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടന്നു. അതിന്റെ കാരണങ്ങൾ നമുക്ക് പലതും പറയാം. പക്ഷെ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു ആത്യന്തിക ഫലം എന്ന് പറയുന്നത്, കണ്ണു തുറക്കുന്ന, ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുന്ന കുട്ടിയുടെ മേല് ബോംബിടുന്നു എന്നുള്ളതാണ്. നമ്മൾ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ പറയും നമുക്ക് ടെക്നോളജിക്കലി വലിയ അഡ്വാൻസ്മെന്റ് നടന്നു, നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടു, നമ്മുടെ ആയുർദൈർഘ്യം വലുതായി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നാളെ നമ്മൾ ചൊവ്വയിൽ പോവും, ചന്ദ്രനിൽ പോവും, അവിടെ ജീവിക്കാൻ പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പ്രാകൃതമായി ഈ ലോകത്തേക്ക് കണ്ണ് തുറക്കുന്ന ഒരു കുഞ്ഞിന്റെ മുന്നില് ബോംബിടുകയാണ്. ആ കുഞ്ഞിന് ഒരു ഐഡന്റിറ്റി പോലും ഇല്ല. ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് അറിഞ്ഞുകൂടാ, ഏത് ദേശത്താണ് ജനിച്ചതെന്ന് അറിഞ്ഞുകൂടാ, ഏതൊക്കെ നിയമങ്ങൾക്കുള്ളിലാണ് ജീവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോ അങ്ങനെ ഒരു കുഞ്ഞിന്റെ മുകളില് കുഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ ബോംബിടുന്ന ലോകത്താണ് നാം ജീവിച്ചിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് എക്കാലത്തും കവിതയുടെ ഒരു ധർമ്മം ആയിരുന്നു, അല്ലെങ്കിൽ എഴുത്തിന്റെ ഒരു ധർമ്മമാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്ര വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്ന, പലതരം രാഷ്ട്ര വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങള്, ചട്ടങ്ങള്, ആചാരങ്ങള്, ഇതിനപ്പുറം മനുഷ്യജീവിതം സാധ്യമാണ്. മനുഷ്യര് പരസ്പരം സ്നേഹത്താലാണ് ബന്ധിതരാക്കപ്പെടുന്നത്. അതിനപ്പുറത്ത് മാത്രമേ ബാക്കി ഐഡന്റിറ്റി ഉള്ളൂ. നമ്മളൊക്കെ ഒരു വംശത്തിലെ അംഗങ്ങളാണ്. ഈ വംശം ഈ ലോകത്തെവിടെ അതിന് വേദന ഉണ്ടായാലും നമ്മുടെ വേദന കൂടിയാണ്. മലയാളത്തിലൊരു കവിതയുണ്ട്. മലയാളത്തിൽ ഇപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് അദ്ദേഹത്തിന്റെ ആത്മകഥ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജയശീലൻ എന്ന് പറയുന്ന കവി, ഒരു ലക്കം വന്നു കഴിഞ്ഞു. ആ കവിയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ വിരലിന്റെ തുമ്പത്തെന്നാണ് നിങ്ങളുടെ വിരൽ തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്റെ വിരലിന്റെ തുമ്പിൽ നിന്നാണ് സുകുമാരന്റെ വിരൽ തുടങ്ങുന്നതെങ്കിൽ, സുകുമാരന്റെ വിരലിന്റെ തുമ്പിൽ നിന്നാണ് സുജിത്തിന്റെ വിരൽ ആരംഭിക്കുന്നതെങ്കിൽ, നമ്മളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട ഒരു മാംസപിണ്ഡമായിരുന്നെങ്കിൽ ലോകത്ത് ആർക്കടി കൊണ്ടാലും നമ്മൾ കരയും. കാരണം ആ വേദന നമ്മുടെ കൂടിയാവും. ഇതിപ്പോ നമ്മളെ വിരലും നിങ്ങളുടെ വിരലും രണ്ടായതുകൊണ്ടാണ് എന്റെ വേദന നിങ്ങളുടെ ആവാത്തത്, നിങ്ങളുടെ വേദന തന്റെ ആവാത്തത്. അപ്പൊ ഇതിന് ഈ കാര്യം, ഈ മുറിഞ്ഞുപോയ ഞരമ്പുകളെ വാക്കുകൾ കൊണ്ട് കൂട്ടി യോജിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കവിത എന്ന് പറയുന്നത്. കവിത ആളുകളെ പിരിക്കാനുള്ളതല്ല, കൂട്ടിച്ചേർക്കാനുള്ളതാണ്. അപ്പൊ ആ അർത്ഥം കവിതയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇക്കാലത്ത്, നാളെ അതായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇന്നലെ അതായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇന്ന് കവിതയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരൊന്നാണ്. മനുഷ്യര് തമ്മിൽ പരസ്പരം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇക്വാളിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ആകെ ചെയ്യാനുള്ളതെന്ന് നിരന്തരം വിളിച്ചു പറയുന്ന ഒരു 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 മേഖല എന്ന് പറയുന്നത്
മനുഷ്യൻ ഇടപെടുന്ന ഒരു മേഖല എന്ന് പറയുന്ന കവിതയാണ് എന്ന അസംഷനിലാണ് ഈ ടോക്ക് തന്നെ ഞാൻ നടത്തുന്നത്. അതിന്റെ വിപരീതം ആളുകളെ പിരിക്കാനാണ് കവിത എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ തരത്തിൽ അതിനോട് വിയോജിക്കാം. അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു ഒരു ചരിത്രം എന്ന് പറഞ്ഞാല് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലലാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിന് എന്റെ ഒരു വിശ്വാസമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഞാൻ പറയുന്നത് എന്റെ ടോക്ക് തന്നെ തുടങ്ങുന്നത് ആത്യന്തികമായിട്ട് മനുഷ്യർ തമ്മിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഏറ്റവും ലളിതമായ പ്രവൃത്തി എന്ന് പറയുന്നത് പരസ്പരം അത് സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ്. പക്ഷേ നമുക്കറിയാം ഇത് ഒരു ദൈനംദിന പ്രാക്ടീസ് ആവുന്നതിൽ നിന്ന് നിരവധി ഘടകങ്ങൾ നമ്മളെ തടയുന്നുണ്ട്, നമ്മൾ അധികം അകറ്റി നിർത്തുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെക്കാൾ ചെറുതോ വലുതോ ആണെന്ന് പറയുന്ന ബോധം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് മറ്റേതിനേക്കാൾ ചെറുതോ വലുതോ ആണെന്നുള്ള ബോധം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി തട്ടിലാക്കുന്ന പഴയതും പുതിയതുമായ വ്യവഹാരങ്ങള് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കവിതയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് കവിതയിലെ ഒരു ആത്യന്തികമായ ദൗത്യം എന്ന് പറഞ്ഞാൽ 20ാം നൂറ്റാണ്ട് തൊട്ടെങ്കിലും കവിതയില് നീതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. ജസ്റ്റിസ് എന്ന് പറയുന്നത്, നൈതികത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഒരുപക്ഷെ ഇവിടെ അധ്യക്ഷൻ ഊന്നി പറഞ്ഞ കാര്യം ഭരണഘടനാ മൂല്യം എന്ന് പറയുന്ന ഒരു കാര്യവും പറഞ്ഞു. ഈ ഭരണഘടനാ മൂല്യം എന്ന് പറയുന്നത് അതില് പറയണ്ടായി, പ്രിയാമ്പിളൊക്കെ പറയണ്ടായി അല്ലെ, എന്താണ് അത് സോഷ്യലിസ്റ്റ് കൺട്രിയാണ്, സെക്യുലർ കൺട്രിയാണ്, ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇങ്ങനെ 2-3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പരമാധികാരം അതിൽ നിർണയിക്കുന്നത് എന്നൊക്കെ പറയണ്ടായി. ഇത് തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം അന്വേഷിക്കുമ്പോഴാണ് എങ്ങനെയാണ് കവിത പുറത്തേക്കും അല്ലെങ്കിൽ പുറത്തെ വ്യവഹാരങ്ങൾ കവിതയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന മെക്കാനിസം മനസ്സിലാവുള്ളൂ. ആ മെക്കാനിസം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് എഴുതുമ്പോൾ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് വേണ്ടി എഴുതുന്നു, എന്റെ സംതൃപ്തിക്ക് വേണ്ടി എഴുതുന്നു, അല്ലെങ്കിൽ എന്നെ തന്നെ പ്രകാശിപ്പിക്കാനാണ്, എന്റെ വേദനകളും എന്റെ ആകുലതകളും പ്രകാശിപ്പിക്കാനാണ് ഞാൻ കവിത എഴുതുന്നത് എന്ന് പറയുമ്പോൾ ഈ വേദന ആകുലത എന്നൊക്കെ പറയുന്നത് നമ്മളെ മാത്രം ബന്ധിപ്പിക്കുന്ന ഒന്നല്ല, അത് പുറവുമായി അത്രമേൽ ബന്ധപ്പെട്ട ഒന്നാണ്. പുറം ലോകവുമായിട്ട് നമ്മുടെ ഇടപാടുകളാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുറം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്, അകം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ്. ഇത് അകവും പുറവും തമ്മിൽ രണ്ടല്ല എന്ന് മനസ്സിലാക്കലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിഭജനം എന്ന് പറയുന്നത് അകം വേറൊന്ന്, അല്ലെങ്കിൽ പുറത്തിന് വിരുദ്ധമായ ഒന്നാണ് അകം, അകത്തിന് വിരുദ്ധമായ ഒന്നാണ് പുറം എന്ന രീതിയിൽ നമ്മുടെ കാലത്ത് പലതരത്തില് നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ പല തരത്തിൽ മുറിച്ചിട്ടിരിക്കുകയാണ്. ഈ മുറിച്ചിട്ടിട്ടുള്ള കഷ്ടങ്ങളെ ഒരു ആത്യന്തികമായി യോജിപ്പിക്കുക എന്ന് പറയുന്നതാണ് കവിതയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഞാൻ കവിതയിലേക്ക് വരുന്നത് നിങ്ങളൊക്കെ വന്ന പോലെ തന്നെ ഒരുപക്ഷെ കവിത എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. കവിത എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കവികൾ ഏതാണ്, മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികൾ ഏതാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. എന്റെ ദൈനംദിന സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാൻ കവിതയിലേക്ക് വരുന്നത്. എന്റെ അമ്മ എന്നെ പാടി ഉറക്കിയിരുന്ന ഒരു പാട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പാട്ടായിട്ടാണ് അന്ന് മനസ്സിലായത്, കവിതയായിരുന്നു അത്. കൊച്ചു നക്ഷത്രമേ നിന്നെ വാനിൻ മച്ചിലിരുത്തിയത് അമ്മയാണോ, വല്ലതും തട്ടി മറിച്ചുവോ നീ എന്നൊക്കെ പറയുന്ന ഒരു കവിതയാണ്. എന്ന് പറഞ്ഞാല് ഒരു നക്ഷത്രത്തെ, വാനിലെ നക്ഷത്രത്തെ നോക്കി ഒരു കൊച്ചു പറയാണ്, ഒരു കുട്ടി പറയുന്ന ഒരു കുട്ടിയുടെ ആത്മകഥ ആണ് അത്. കൊച്ചു നക്ഷത്രമേ നിന്നെ വാനിൻ മച്ചിലിരുത്തിയത് അമ്മയാണോ. കാരണം ഇവൻ എന്തെങ്കിലും തട്ടിയിട്ടാല് ഇവനെ മോളിൽ കയറ്റി നിർത്തും, ഇവന് ശിക്ഷ കൊടുക്കും അമ്മ. അതുപോലെ ശിക്ഷിച്ച ഒരു കുട്ടിയാണ് ഈ കൊച്ചു നക്ഷത്രം എന്ന് ഈ കുട്ടി വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. കാരണം ഇവനെ ബെഞ്ചിൽ കയറ്റിയെടുത്തു, ഇവനെ ഡെസ്കിൽ കയറ്റിയെടുത്തു. ഇതുപോലെ ഏതോ ഒരമ്മ ഏതോ ഒരു കുറ്റം ചെയ്തതിന് മുകളിൽ കയറ്റി നിർത്തിയ ഒരു കുട്ടിയായിട്ടാണ് ഈ നക്ഷത്രത്തിനെ കാണുന്നത്. അപ്പൊ താഴോട്ട് പോരുവാൻ ഒക്കുകയില്ലേ, വീഴാതെ ചാടുവാൻ പറ്റുകില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിനക്ക് താഴോട്ട് പോന്നൂടെ, പഴയ കുട്ടിയായിട്ട് തന്നെ തിരിച്ചു പോന്നൂടെ, നിനക്ക് അവിടെ നിന്ന് ചാടാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവനെ സഹായിക്കാനും പറ്റുന്നില്ല. പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്.
അതിനിടെ ചോദിക്കുന്നുണ്ട് അമ്മ കോപിക്കുവാൻ എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് നമ്മൾ കാണിക്കുന്ന നല്ല ശീലം എന്ന് പറഞ്ഞിട്ട് ആണ് നിർത്തുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഗതി വരാതിരിക്കാൻ നമുക്ക് നല്ല ശീലം കാണിക്കണം, കുറുമ്പൊക്കെ നിർത്തണം എന്ന് പറയുന്ന ഒരു കവിതയാണ്. അത് ജി ശങ്കരക്കുറുപ്പിന്റെ ആണെന്ന് ഞാൻ 10 കൊല്ലം മുമ്പേ അറിഞ്ഞുള്ളൂ. ഞാൻ കവിത എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അമ്മ അവസാനം ഓർമ്മ ഇല്ലാതെ ഇങ്ങനെ മരണത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നത് ഇത് വെച്ചിട്ടായിരുന്നു. എത്രമാത്രം അമ്മയുടെ ഓർമ്മ നിലനിൽക്കുന്നുണ്ടെന്ന് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മയുടെ കിടക്കയ്ക്ക് അരികെ ചെന്നിരുന്നിട്ട് ഈ കവിത ചൊല്ലാൻ പറയും. അപ്പൊ ഈ അബോധത്തിൽ നിന്ന് പോലും ഈ കവിത അമ്മ ചൊല്ലുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കവിത ആ സന്ദർഭത്തില് ജി ശങ്കരക്കുറുപ്പ് എഴുതിയതാണെന്നോ, ജി ശങ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ജ്ഞാനപീഠം കിട്ടിയ മലയാള കവിയാണെന്നോ, അദ്ദേഹത്തിന്റെ കുട്ടിക്കവിതകളിലെ പ്രധാനപ്പെട്ട ഒരു കവിതയാണെന്നോ ഒന്നും അറിയില്ല. ഈ കവിതയിലെ ആ എന്താണോ കവിത കൊണ്ട് ചെയ്യേണ്ടത് ആ കർമ്മം മാത്രമേ നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ, അല്ലാതെ കർത്താവ് എത്തുന്നില്ല. അപ്പൊ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത സന്ദർഭത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉപയോഗം നിർവഹിക്കുന്നുണ്ട് ആ കവിത. നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ അതിൽ നിന്ന് എന്ത് സംശീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, മറിച്ച് അതിനൊരു റോള്, ഭരണഘടനാപരമായിട്ടുള്ള റോള് അത് നിർവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കാണിക്കണം നല്ല ശീലം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുന്നത്. ഈ നല്ല ശീലം എന്ന് പറയുന്നത് പല കാലത്ത് നമുക്ക് പ്രോബ്ലമറ്റൈസ് ചെയ്യാം, പ്രശ്നവൽക്കരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഗതിയിലാണ് ആ കവിത വന്നു നിൽക്കുന്നത്. അപ്പോ അതൊരു താരാട്ട് പാട്ടാണ്, അതിൽ ഈണുണ്ട്, ഇതിന്റെ ഒക്കെ അപ്പുറം അതിനൊരു ദർശനമുണ്ട്, അതിനൊരു വലിയ വിഷൻ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൂമ്മ അക്കാലത്ത് നല്ല പ്രായമുള്ള 90-93 വയസ്സൊക്കെ, ആ കാലത്ത് അത് വലിയ പ്രായമാണ് ഇന്നത്തെ അപേക്ഷിച്ച്. ഇന്ന് നമുക്ക് ഒരുപാട് നമുക്കറിയാം, നമുക്ക് മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ വലുതായിട്ട് വികസിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഒന്നും ഇല്ലാത്ത കാലാണ്. ആ കാലത്ത് പോലും ഒരു പക്ഷേ 90-93 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലത്ത് എൻ്റെ അമ്മൂമ്മ ഈ വീടിന്റെ അരമതിലിന് ഞങ്ങൾ പറയും, പകുതി ഉള്ള മതില് മുൻഭാഗത്ത്, അതിൽ കയറി ഇരുന്നിട്ട് അവിടെ തൂണില് ചാരിയിരുന്നിട്ട് ഇങ്ങനെ ചൊല്ലും, പടു രാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ, നെടുനാൾ വിപിനത്തിൽ വാഴുവാൻ ഇടയായി ഞങ്ങൾ അതെന്റെ കുറ്റമോ എന്നൊക്കെ ചൊല്ലും. ഇത് ആരെഴുതിയതാണെന്ന് എന്താണെന്ന് ഒന്നും നമുക്കറിയില്ല. ഇത് ഇങ്ങനെ കേട്ട് കേട്ട് നമുക്ക് ഹൃദയസ്ഥാവും. അല്ലെങ്കിൽ സമയമായില്ല പോലും ക്ഷമേന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തൊഴിയെന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ചൊല്ലും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ചൊല്ലുന്നതിന് ഒരു സന്ദർഭമുണ്ട്. അത് എപ്പോഴും അല്ല ചൊല്ലുക. ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അച്ഛനും അമ്മയും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ചില കാര്യങ്ങൾക്ക് വഴക്ക് കൂടുന്ന സന്ദർഭത്തില് ഈ പുള്ളി അതിൽ ഇടപെടില്ല, ഒന്നും ചെയ്യില്ല. പകരം ഇത് ചൊല്ലും, പടു രാക്ഷസ ചക്രവർത്തിയെ നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ, നെടുനാൾ വിപിനത്തിൽ വാഴുവാൻ ഇടയായി ഞങ്ങൾ അതെന്റെ കുറ്റമോ എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ പാടും. അത് കേൾക്കുമ്പോ 2 പ്രാവശ്യം കേട്ട അച്ഛൻ അപ്പ വഴക്ക് നിർത്തും. അച്ഛൻ അപ്പ അത് നിർത്തിയിട്ട് പോവും. പിൽക്കാലത്ത് നോക്കുമ്പോ ഈ ചിന്താവിഷ്ടയായ സീതയില് നമുക്കറിയാം, ഇപ്പം പല ചിന്താവിഷ്ടയായ സീത നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പം 100 വർഷമൊക്കെ ആയപ്പോ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടന്നതാണ്. ഇതിന്റെ ഉള്ളില് രാമനെതിരെയുള്ള, അല്ലെങ്കിൽ രാമൻ പ്രതിനിധീകരിക്കുന്ന പാട്രിയാർക്കിക്കെതിരെയുള്ള, പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള വലിയ വിചാരമുണ്ട്. സീതയുടെ വിചാരം ഇതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ രാമനെ പ്രത്യക്ഷമായി ഒരിടത്തും കുറ്റപ്പെടുത്തുന്നില്ല ചിന്താവിഷ്ടത്തിൽ, ഈ 4 വരിയിൽ ഒഴികെ. ഈ 4 വരി മാത്രമാണ് രാമനെ നേരിട്ട് സീത ക്വസ്റ്റ്യൻ ചെയ്യുന്ന 4 വരികൾ. പടു രാക്ഷസ ചക്രവർത്തിയെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചത്. ആ രാക്ഷസ ചക്രവർത്തി എൻ്റെ ഉടലിനെ മോഹിച്ചു, എൻ്റെ ശരീരത്തെ മോഹിച്ചു. അത് ആരുടെ കുറ്റാണ്? എൻ്റെ കുറ്റാണോ അയാളുടെ കുറ്റാണോ എന്ന് പറയുന്ന ഒറ്റ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, നെടുനാൾ വിപിനത്തിൽ വാഴുവാൻ ഇടയായി ഞങ്ങൾ അതെന്റെ കുറ്റമോ. നമ്മൾ ഒരുപാട് വർഷം കാട്ടി താമസിച്ചു. ഈ കാട്ടി താമസിച്ചത് ആരുടെ കുറ്റാണ്? എൻ്റെ കുറ്റാണോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ 2 ചോദ്യമാണ് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 2 അവരുടെ ജീവിതത്തിൽ ഉണ്ടായ 2 വലിയ ദുരവസ്ഥകൾക്കും കാരണക്കാരൻ ഞാനല്ല, നിങ്ങളോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന സിസ്റ്റമാണെന്നാണ് അതിൽ കൂടെ പറയുന്നത്.
അപ്പൊ ഈ കാര്യം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാമായണം ഇതൊക്കെ വിട്ട് നമ്മുടെ വീട്ടില് ഈ സിസ്റ്റത്തിന്റെ ഉള്ളില് ഒരു ഭാര്യയും ഭർത്താവും വഴക്കിടുമ്പോ ഈ ചോദ്യം വന്ന് വീഴുമ്പോ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ആരുടെ കുറ്റാണ് ഈ വഴക്കുന്നു എന്ന് ഈ അറിയാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ വിക്ഷേപിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചിന്താവിഷ്ടയായ സീതയിലെ 4 വരികൾ അടർത്തി മാറ്റി നിത്യജീവിതത്തിൽ ഒരു സന്ദർഭത്തിലേക്ക് വിക്ഷേപിക്കുകയാണ് ഈ പറയുന്ന എൻ്റെ 4ാം ക്ലാസ് മാത്രം പഠിച്ചിരുന്ന അമ്മൂമ്മ ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ അത് വലിയ ഇടപെടലാണ്. അത് സാധാരണഗതിയിൽ മകൻ ഭാര്യ എന്നുള്ള ഇടപെടലിനൊക്കെ വിട്ട് ഒരു ആഴത്തിലുള്ള ഇടപെടലാണ്. അത് വളരെ ഡീപ്പാണ്. ആ വളരെ ഡീപ്പാവുമ്പോ നമുക്കറിയാവുന്ന പോലെ ഒരു ഭരണഘടനാ പൂർവമായിട്ടുള്ള ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിലുള്ള വഴക്ക് എന്ന് പറഞ്ഞാൽ 2 ഇൻഡിവിജ്വൽ തമ്മിലുള്ള വഴക്ക് മാത്രമല്ല, അതിനുള്ളിൽ ഡീപ്പ് റീസൺസ് ഉണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും 2 വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ 100,000 കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് ഇപ്പൊ എ ബി എന്ന് പറയുന്ന 2 ആളുടെ വഴക്കായിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, മറിച്ച് ഒരു ആഴത്തിലെ നൈതിക പ്രശ്നമാണെന്ന് നിരന്തരം ബോധിപ്പിക്കാൻ ആ ചെറിയ സ്ഥലത്ത്, ആ വീടിന്റെ ചെറിയ ഉള്ളില് ഈ 4 വരിക്ക് കഴിയുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഞാൻ എൻ്റെ ചെറുപ്പത്തില് എൻ്റെ അച്ഛൻ വളരെ പെട്ടെന്ന് മരിച്ചുപോയി. അമ്മയ്ക്കൊപ്പാണ് വളരുന്നത്. അപ്പൊ അമ്മ വൈകിട്ട് ഒരുപാട് നാമങ്ങൾ ചൊല്ലും. വലിയ ഈശ്വരവിശ്വാസിയായിരുന്നു. ഈശ്വരവിശ്വാസി ആവുന്നതിന് വലിയ കാരണങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അച്ഛൻ മരിച്ചു പോകുന്നു. അച്ഛൻ മരിച്ചു പോകുന്നത് വളരെ പൊടുന്നനെയാണ്. അതുകൊണ്ട് ഈ ജീവിതഭാരം എന്ന് പറയുന്നത് പെട്ടെന്ന് തലയിൽ വന്ന് വീഴാണ്. അമ്മ ജോലിക്കാരിയൊക്കെ ആയിരുന്നു, ഉദ്യോഗസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷെ അതുവരെ തനിക്ക് കിട്ടുന്ന ശമ്പളം 1-ാം തീയതി അച്ഛനെ ഏൽപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ബാക്കി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീ ഒരു ദിവസം ഈ പറയുന്ന ജീവിത പ്രാരാബ്ധം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ ഒരർത്ഥത്തില് സൈക്കോളജിക്കലായിട്ട് തന്നെ ഞാൻ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന ഒരു ആന്തരിക ബലം നൽകുന്ന ഒന്നാണ്. അപ്പൊ അമ്മ ഈ 6 മണിയാകുമ്പോഴേക്കും കുറേ നാമം ചൊല്ലാൻ തുടങ്ങും. ഈ നാമം ചൊല്ലുമ്പോ മുഴുവൻ ഈ നരകവാരിധി നടുവിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം ശിവശംഭോ എന്നൊക്കെ പറയുന്ന നാമാണ്. എന്ന് പറഞ്ഞാല് ഈ നാമം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ദൈവസങ്കല്പം ഉണ്ടാക്കുന്നത്. എനിക്കന്ന് 4-ലോ 5-ലോ ഒക്കെ പഠിക്കുന്ന പ്രായത്തിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നാമം കേട്ട് 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 എനിക്ക് ദൈവത്തെ പറ്റി ഒരു സങ്കല്പം ഉണ്ടായത് വളരെ ഭീകരനായിട്ടുള്ള ഒരാളാണ് ദൈവം എന്നാണ്. കാരണം എന്താ, നരകവാരിധി എന്ന് നമ്മളെ രക്ഷിക്കുന്നു. ദിവസവും കരഞ്ഞ് നിലവിളിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹം വേറെ വഴിക്ക് പോവും. ഇങ്ങനെ വിളിച്ചു നിർത്തിയില്ലെങ്കിൽ ഇദ്ദേഹം ശ്രദ്ധ തെറ്റി വല്ലോടത്തും പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ നരകത്തില് വീഴും. അങ്ങനെ ഭീകരനായിട്ടുള്ള ഒരു ദൈവം, എന്നും പുകഴ്ത്തേണ്ട ഒരു ദൈവമാണ്. ഇതൊക്കെ നമ്മുടെ അബോധത്തിൽ ഉണ്ടാവും. കാരണം ദിവസമല്ലേ കേൾക്കണ്, ഇങ്ങനത്തെ നാമങ്ങളല്ലേ കേൾക്കണ്. ഇങ്ങനെയാണ് നമ്മുടെ ദൈവസങ്കല്പം ഉറക്കുന്നത്. അങ്ങനെ ഒരു വെക്കേഷൻ വരുന്നു. ഈ വെക്കേഷൻ വരുമ്പോ അമ്മാവിന്റെ വീട്ടിൽ പോവാന്ന് പറയുന്ന ഒരു പണിയുണ്ടല്ലോ, എല്ലാവരും പോകുമല്ലോ, അന്ന് വിരുന്ന് പാർക്കാൻ പോകും. അങ്ങനെ ഞാനും അമ്മയും കൂടി പോകുന്നു. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വൈകിട്ട് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരികയാണ് ചെയ്യാം. പക്ഷെ ഇത്തവണ പോയിട്ട് എന്തോ നിൽക്കേണ്ടി വന്നു, രാത്രി നിൽക്കേണ്ടി വന്നു. അപ്പൊ രാത്രി അവിടെ എൻ്റെ അമ്മാവന്റെ അച്ഛൻ, അതും ഈ പറഞ്ഞ മാതിരി വയസ്സായ ഒരാളാണ്, 2 കണ്ണും കാണാത്ത ഒരാളായിരുന്നു. ഈ അപ്പൂപ്പൻ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. ആ പ്രാർത്ഥന ഇതായിരുന്നു: ദൈവമേ കാത്തു കൊൾകങ്ങു കൈവിടാതെങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തൂണി നിൻപദം. അറിയാലോ, ദൈവദശ കാണാതെ ശ്രീനാരായണ ഗുരുവിന്റെ. ഇതറിയില്ല നമുക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശ കാണുന്നോ ആരെഴുതിയതാണെന്നോ ഒന്നും അറിയില്ല. ഈ പ്രാർത്ഥന കേൾക്കുമ്പോ കുട്ടിയായ ഞാൻ ഞെട്ടി വിറയ്ക്കാണ്. ഇത് എന്ത് പ്രാർത്ഥനയാണെന്ന് പേടിച്ച് വിറയ്ക്കാണ്. ഇത് മുതിർന്ന നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ ഉള്ളിൽ ദൈവത്തിനെ മുഴുവൻ നീ നാള് വിളിക്കുന്നത്. നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തൂണി നിൻപദം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ മായയും മായാവിയും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും നീ സത്യം ജ്ഞാനം ആനന്ദം, നീ എന്ന് വിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ, മറ്റേ നരകവാരിധി എന്ന് പൊക്കുന്ന ആളാണ് നമ്മുടെ മനസ്സിൽ.
അല്ലെ? അയാളെ കയറി നീന്ന് വിളിക്കുന്നു. നീന്ന് വിളിച്ചിട്ട് ഒരു പ്രാർത്ഥന. ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. എന്ന് പറഞ്ഞാല് ഇതും ഈ പറഞ്ഞ പോലെ ഈ കവിത ആരാണെന്നറിയാതെ ഒരു ജീവിത സന്ദർഭത്തിൽ നമ്മളുടെ ഒരു സങ്കല്പനത്തിന്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സങ്കല്പനത്തിന് അടിച്ചൊടക്കുകയാണ്. മാത്രല്ല, ഈ ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരമുള്ള സ്ഥലത്ത് നിന്ന് ദൈവം സത്യവും ജ്ഞാനവും ആനന്ദവുമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നു. സത്യമാണ് ദൈവം, ജ്ഞാനമാണ് ദൈവം, ആനന്ദമാണ് ദൈവം എന്ന സ്ഥലത്തേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ആ പ്രാർത്ഥനയെ കൂടെ ആകെ 10 ശ്ലോകമുള്ളത് അല്ലെ, ദശകം എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഈ ദൈവദശകം എന്ന് പറയുന്നത്. ഈ 10 ശ്ലോകം കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പത്തെ, നമുക്ക് ഒക്കെ പേടിപ്പിച്ച് നമ്മളെ നിർത്തിയിരുന്ന ദൈവസങ്കല്പത്തെ താഴത്തിറക്കി കൊണ്ടുവന്നു. സമനാണ് ദൈവം. നീ വിളിക്കപ്പെടാ സമന്മാരെ വിളിക്കുക. ബഹുമാനമൊക്കെ ഉണ്ട് അല്ലെ, അന്നവസ്ത്രാദി മുട്ടാതെ എന്നൊക്കെ പറയുന്ന ഭാഗത്തുണ്ട്. പക്ഷെ അതൊരു തീരുമാനം. നീ എനിക്ക് അന്നവും വസ്ത്രവും, ഞാൻ ഇവിടെ ജനിച്ച സ്ഥിതിക്ക് അന്നവും വസ്ത്രവും ഒക്കെ നീ മുട്ടാതെ തന്നുകൊള്ളണം എന്ന് പറഞ്ഞ കരാറാണ് അത്, അല്ലാതെ തരണേന്ന് പറഞ്ഞ് ആഞ്ഞു വിളിക്കലല്ല. അപ്പോ കവിതകളൊക്കെ നമ്മുടെ കാലത്തെ 20th സെഞ്ചുറിയിൽ ചെയ്തത് ഒരു പക്ഷേ അന്ന് ഭരണഘടന എന്ന് പറയുന്ന വാക്കൊന്നും ആർക്കും പരിചയമില്ല. ഒരാൾക്കും അത്തരത്തിലുള്ള ഒരു ജീവിതം, പൗര ജീവിതത്തെ പറ്റിയൊന്നും ബോധമില്ല. മറിച്ച് ജാതി ജീവിതമാണ്. നമ്മൾ പല ജാതിയായിട്ട് കിടക്കുന്നു, പലയിടത്ത് ജീവിക്കുന്നു. ഒരു ജാതിക്ക് മറ്റേ ജാതിക്കുള്ളിലെ കാര്യങ്ങൾ അറിയില്ല അല്ലെ. എങ്ങനെ അറിയാനാ? 16 അടി 64 അടി 36 അടി അകലെ നിന്നാലും മുഖച്ഛായ പോലും കാണാൻ പറ്റില്ല. പിന്നെ വേണ്ടേ പൊതുസമൂഹം എന്ന് പറയുന്ന സങ്കല്പം. പലയിടത്താണ് മനുഷ്യർ കിടക്കുന്നത്. ഒരു സാധനം വാങ്ങാൻ പോകുന്നത് താഴെക്കടയുള്ള മനുഷ്യൻ കടയിൽ കയറി ഉപ്പ് വാങ്ങാൻ പോകുന്നതിന്റെ കഥ നമ്മുടെ കേരള ചരിത്രത്തില് പത്മനാഭ മേനോൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോ. ഇങ്ങനെയാണോ? നമുക്കിപ്പോ ഒരു ഉപ്പ് വാങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു, കടയിൽ ചെല്ലുന്നു, പൈസ കൊടുക്കുന്നു, ഉപ്പ് വാങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ആകെ പൈസ വേണം. പൈസ ഇല്ലാതെ ഇന്ന് കാലത്ത് ഒന്നും കിട്ടില്ല. പർച്ചേസിങ് പവറാണ് പ്രധാനപ്പെട്ടത് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ. പത്മനാഭ മേനോൻ പറയുന്നു, ഒരു ദളിതൻ ഉപ്പ് വാങ്ങണം. ഉപ്പ് വാങ്ങണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. ഈ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം പണി ചെയ്യാൻ പോയാൽ ഭക്ഷണം കിട്ടുള്ളൂ, ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ നാളെയും പണി ചെയ്യേണ്ടതാണ്. പട്ടിണിക്ക് ഇടുന്ന മാതിരിയുള്ള പണിയൊന്നും ഫ്യൂഡലിസം ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മുടെ ഒരു സങ്കല്പമാണ്. ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും കിട്ടുന്ന ഭക്ഷണം ആയിരിക്കില്ല, കുഴി കുത്തിയായിരിക്കും കൊടുക്കുന്നത്. ഭക്ഷണം കൊടുക്കും, കാരണം പാടത്ത് പണി ചെയ്യാൻ അവൻ വേണം, അല്ലെങ്കിൽ അവള് വേണം. അപ്പൊ അതുകൊണ്ട് ലോകം നടക്കണമെങ്കിൽ ഇത്തിരീശ ഭക്ഷണം കൊടുത്തേ തീരൂ. ഭക്ഷണം കൊടുക്കും, വേറെ കറി ആർഭാടൊന്നുമില്ല. ചോറെന്ന് പറഞ്ഞാൽ ചോറ് മാത്രം. എന്ന് പത്മനാഭ മേനോൻ പറയുന്നത്, അവന് രുചി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം ചോറ് എന്ന് പറയുമ്പോ കറികൾ ഒക്കെ ചേർന്നിട്ടുള്ളതാണ് രുചി നിർണ്ണയം അല്ലെ. ചിലത് പുളിയുള്ളതായിരിക്കും, ചിലത് എരിവുള്ളതായിരിക്കും, ചിലത് മധുരമുള്ളതായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ രസമുകുളങ്ങളൊക്കെ വികസിക്കുക. ഇതൊന്നുമില്ല, രസമുകുളമൊന്നും വികസിക്കാൻ പറ്റില്ല. ആകെ അവന്റെ രുചി എന്ന് പറയുന്നത് ഇത്തിരി ഉപ്പാണ്. അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള, ഏറ്റവും കുറവ് പൈസക്ക് കിട്ടുന്ന സാധനം. ഇത് വാങ്ങാൻ പൈസ ഉണ്ടാക്കണമെങ്കിൽ ജോലിക്ക് കൂലി ഭക്ഷണമാണ്, അല്ലാതെ പണമായിട്ട് കിട്ടില്ല. പണമായിട്ട് കിട്ടണമെങ്കിൽ തന്നെ കുറെ പാടുപെടണം. അങ്ങനെ പണമായിട്ട് കിട്ടിയ 1/2 അണയോ 3/4 അണയോ ഒക്കെ തനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് വെച്ച് ഉപ്പ് വാങ്ങണമെങ്കിൽ നിരത്തിൽ പോകാൻ പറ്റില്ല, പൊതുനിരത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല, അടിച്ചു കൊല്ലും. അപ്പൊ എന്ത് ചെയ്യും? പൊതുനിരത്തിന്റെ വശത്ത് ഇങ്ങനെ നിൽക്കും, ഇയാൾ കാത്തു നിൽക്കും. ആരെങ്കിലും പരിചയമുള്ള ഒരു സവർണൻ നിരത്തിൽ കൂടെ നടന്നു പോകുന്നത് വരെ. അപ്പോ അത് സവർണനെ നടക്കാൻ പറ്റുള്ളൂ. ഈ സവർണൻ സഹൃദയനായിട്ടുള്ള ഒരാളായിരിക്കണം. കാരണം ഇവൻ പറയുന്നത് എന്തെങ്കിലും അവിടെ ചെന്ന് പറയണം. അപ്പൊ അങ്ങനെ ഒരാൾ വരുന്ന വരെ കാത്തു നിൽക്കും. ചിലപ്പോ 1/2 ദിവസമൊക്കെ നിൽക്കേണ്ടി വരും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ. അപ്പൊ ഇവിടുന്ന് വിളിച്ചു പറയും, തമ്പ്ര എനിക്ക് ഇത്തിരി ഉപ്പ് വേണം, ആ കടയിൽ ഒന്ന് ചെന്ന് പറയണേന്ന് പറയും. അങ്ങനെ ഇയാള് മറന്നില്ലെങ്കിൽ ഈ കടയിൽ ചെന്ന് പറയും. ഈ കടയിൽ നിന്ന് 1/2 അണയ്ക്ക് ഉപ്പ് ഈ അവിടുത്തെ തിരക്കൊക്കെ ഒഴിയുമ്പോ കടക്കാരൻ പൊതിഞ്ഞ് ഇയാൾ നിൽക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇയാളുടെ കൈ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, നിരത്തിന്റെ വശത്ത് വെച്ചിട്ട് പിന്നിലേക്ക് പോകും. ഈ പറയുന്ന മനുഷ്യൻ അപ്പൊ അവിടെ ചെന്ന് എടുത്തിട്ട് ഈ പൈസ അവിടെ വെച്ചിട്ട് ഇയാളും പിന്നിലേക്ക് പോകും.
അപ്പൊ ഇയാൾ വന്നെടുത്തു പോകും എന്ന് പറഞ്ഞ ഉപ്പ് മേടിക്കുന്നതിന്റെ കഥയാണത് കേരളത്തില്. അപ്പൊ ഇങ്ങനെ ഒരു കേരളത്തില് ഒരു പൊതുസമൂഹം ഉണ്ടാക്കുന്നതിൽ, എല്ലാവരും കൂടിയിരിക്കുന്നതിൽ, ആണും പെണ്ണും ഒന്നിച്ച് ഇരിക്കുന്നതിൽ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നേരിട്ട് വന്ന് പങ്കുവഹിക്കല്ല ഉണ്ടായിട്ടുള്ളത്. മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ പറഞ്ഞ മനുഷ്യര്, കുമാരനാശാനെ പോലുള്ള കവികള്, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആൾക്കാര്, പൊയ്കയിൽ യോഹന്നാനെ പോലുള്ള ആൾക്കാര് അതിന് തക്ക ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ സീതയ്ക്ക് പണ്ട് ഈ പറയുന്ന തന്റെ കുറ്റം അല്ലാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ വേറൊരിടത്ത് പോകാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കാനേ പറ്റൂ, അല്ലെ? വല്ല കാലത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇത് എന്റെ കുറ്റാണോ, അല്ലെങ്കിൽ ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കാനേ പറ്റുള്ളൂ. വേറൊരു സ്ഥലത്ത് പോവാനിടയില്ല. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എന്റെ കുറ്റമല്ല എന്ന് വിധിക്കാൻ ഒന്നില്ല. ആ വിധിക്കാൻ ഒരിട ഉണ്ടാക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തതെന്ന് പറയാം പൊതുവില്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റവും ശരിയും തിരിച്ചറിയാൻ മൂന്നാമതൊരു സ്ഥാനമുണ്ട്. അതിനെ ജുഡീഷ്യറിയെന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്നോ അല്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമെന്നോ അത് ഉണ്ടാക്കുകയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കവിതയുടെ ആശങ്കയ്ക്കുള്ളിൽ നിന്നാണ് ഇതൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോ നമ്മൾ നോക്കുമ്പോ ഈ നിങ്ങള് ചരിത്രം പരിശോധിക്കുമ്പോ ഇപ്പോ അംബേദ്കർ മഹാട് സത്യാഗ്രഹം നടത്തുന്നുണ്ട്. ഈ കൊങ്കണില് നിങ്ങൾ ഈ റെയിൽപാതയിൽ കൂടെ പോയി കഴിഞ്ഞാൽ മഹാട് എന്ന് പറയുന്ന ഒരു സ്ഥലം എപ്പോഴും കാണാം കൊങ്കണിൽ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹം അംബേദ്കർ നടത്തുന്നത്. ഈ മഹാടിൽ ഒരു കുളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു തടാകം, കുറച്ച് വലിയ സ്ഥലമാണ്, വലിയ ജലസംഭരണിയാണ്, ചൗദാർ തടാകം എന്ന് പറയുന്നത്. ഈ ചൗദാർ തടാകത്തിൽ നിന്ന് ആ നഗരത്തിലെ മഹാട് നഗരത്തിലെ എല്ലാവർക്കും വെള്ളം എടുക്കാം, ദളിതർക്ക് പറ്റൂല. ദളിതർ അങ്ങോട്ട് കടത്തില്ല. ബാക്കി എല്ലാ ജാതിക്കാർക്കും അവിടുന്ന് ജലമെടുത്ത് ഉപയോഗിക്കാം. അപ്പോ അവിടെ ഒരു ചെറിയ തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോ, ബ്രിട്ടീഷുകാര് ഭരിക്കുന്ന സമയം തന്നെയാണ്, പക്ഷെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വഴി ബ്രിട്ടീഷുകാർ ഒരു സന്ദർഭത്തില് ബ്രിട്ടീഷുകാർ ഒരു ചെറിയ അധികാരങ്ങള് തദ്ദേശീയർക്ക് കൊടുത്തില്ലെങ്കിൽ അവര് പ്രശ്നം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് 1857 സമരത്തിനൊക്കെ ശേഷം ചെറുതായിട്ടുള്ള ഒരു അവകാശങ്ങൾ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു തദ്ദേശീയ ഭരണസഭ വരുന്നു, പഞ്ചായത്തിലേക്ക് കുറെ പേര് ജയിക്കുന്നു. ഈ ജയിച്ച ആൾക്കാരൊക്കെ പുരോഗമനകാരികളായതുകൊണ്ട് അവര് പറഞ്ഞു, ഇന്ന് മുതൽ ഈ തടാകത്തിലെ ജലം, ഈ ചൗദാർ തടാകത്തിലെ ജലം എല്ലാവർക്കും ഉപയോഗിക്കാം, ജാതി നോക്കിയിട്ടല്ല, എല്ലാവർക്കും ചെന്നെടുക്കാം എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ഒരു ദളിതനും അവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ വെള്ളം എടുക്കാൻ പോകാനുള്ള മനസ്ഥിതി ദളിതൻ ഉണ്ടാവുന്നില്ല. കാരണം ഇത്രയും കാലം അവൻ അനുഭവിച്ച ആ വിലക്ക് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ സവർണരാവട്ടെ, വരൂ, നീ എന്തിനാ പേടിച്ചു നിൽക്കുന്നത്, ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട്, നീ വന്ന് വെള്ളം എടുക്കുമെന്ന് പറയാൻ ഒരു സവർണനും ഇല്ല. കാരണം ഇത്ര കാലം അവരുടെ ഉള്ളില് അവരാർജിച്ച ആ ആധിപത്യം വലിച്ചു കളയാൻ അവർക്കും തോന്നുന്നില്ല. ആ സമയത്താണ് അംബേദ്കർ അമേരിക്കയിൽ നിന്ന് വരുന്നത്. അമേരിക്കയിൽ നിന്ന് വന്ന് ഈ ഇത് കണ്ടപ്പോ ആദ്യത്തെ സമരമുഖം ഇവിടെയാണെന്ന് നിശ്ചയിക്കുന്നു. അംബേദ്കർ വലിയ ജാഥ നയിക്കുന്നു. 10,000 ദളിത് സ്ത്രീകളെയും പുരുഷന്മാരെയും അണി നിരത്തിയിട്ട് ഈ ചൗദാർ തടാകത്തിൽ നിന്ന് ജാഥ നയിക്കുന്നു. അവിടെ നിന്ന് ഒരു കുമ്പിൾ വെള്ളം കുടിക്കുന്നു. അതിൽ ഇറങ്ങിയിട്ട്, അതാണ് ഈ മഹാട് സത്യാഗ്രഹം എന്ന് പറയുന്ന, മഹാട് സമരം എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരു കുമ്പിൾ വെള്ളം കുടിക്കുന്നു. നമ്മൾ വിചാരിക്കും പിന്നെ എല്ലാം ശരിയായിരുന്നു. പിറ്റേ ദിവസം 1000 കുടങ്ങളായിട്ട് സവർണർ ജാഥ നടത്തുക. 1000 കുടങ്ങൾ ഈ ചൗദാർ തടാകത്തിലെ വെള്ളം കോരിക്കളയത് ഉപയോഗിച്ചിട്ട്, കാരണം ശുദ്ധീകരിക്കാൻ. മാത്രമല്ല അവർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി, അവർക്ക് അനുകൂലമായിട്ട് സ്റ്റേ കിട്ടി. അപ്പൊ പിറ്റേ ദിവസം ഈ സമരം തുടരാൻ അംബേദ്കർക്ക് നിർവാഹമില്ല. അപ്പോഴാണ് അംബേദ്കർ സമരം മാറ്റുന്നത്. കാരണം ഇതൊരു തടാകത്തിന്റെ പ്രശ്നമല്ല, ഇത് തടാകത്തിലെ വെള്ളത്തിന്റെ പ്രശ്നമല്ല, ഇത് ജാതിയുടെ പ്രശ്നമാണെന്ന് തിരിച്ചറിയുന്നു. ഈ ജാതിയെ നിലനിർത്തുന്നത് സ്മൃതിയും ശ്രുതിയും ഒക്കെയാണ്. അതുകൊണ്ട് മനുസ്മൃതി കത്തിക്കുന്ന സമരത്തിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്നത് ഇത് നടക്കുന്ന 27-ലാണ്.
ഇതിനെപ്പറ്റി ഇന്ത്യയിൽ ആദ്യം ഒരു കവിത ഉണ്ടാക്കുന്നത് 70-ലാണ്. എന്ന് പറഞ്ഞാൽ 27 മുതൽ 70 വരെ ഇന്ത്യയിലെ ഒരു സാംസ്കാരിക മുഖ്യധാരയ്ക്ക് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 1970-ലാണ് യോസഫ് മക്വാൻ, അർജുൻ ഡാംഗ്ലെ എന്നൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ദളിത് എഴുത്ത് എന്നൊക്കെ പറയുന്നത് ഗുജറാത്തിലും മറാത്തിയിലൊക്കെ വളരെ പ്രബലമായ ഒരു എഴുത്ത് രീതിയാവുന്നു. അപ്പോഴാണ് ഈ കവിത വരുന്നത്. അതിൽ പറയുന്നത്, നീ ഒരു കുമ്പിൾ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, പക്ഷെ ഞങ്ങൾ അനേകായിരം വർഷങ്ങളുടെ അടിമത്തം താണ്ടി എന്ന് പറയുന്ന കവിത ഉണ്ടാവുന്നു. അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്ക്. 25 സമരം തുടങ്ങി, 27 വെള്ളം കുടിക്കാൻ പറ്റില്ല, 27 ഒന്ന് ഇറങ്ങി വെള്ളം കുടിച്ചു, പിന്നെയും കുടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഈ കോടതി വ്യവഹാരമൊക്കെ തീർന്നിട്ട് 37-ലാണ്, 10 വർഷം കഴിഞ്ഞിട്ടാണ് വേറൊരു തെളിവെണ്ണ അവിടെ ഇറങ്ങാൻ പറ്റുന്നത്. ഇതിനെ പറ്റിയുള്ള കവിത ഉണ്ടാവുന്ന 70-ൽ. പക്ഷെ മലയാളം നോക്കിയേ, ചണ്ടാല വിഷയം എന്ന് പറയുന്ന കവിത എത്രയോ മുമ്പുണ്ടായി. എത്രയോ മുമ്പ് ആശാൻ പറഞ്ഞു വെച്ചു, ഇത് ജാതി എന്ന് പറയുന്നത് ആളുകളെ തമ്മിൽ തിരിക്കുന്ന പ്രശ്നമല്ല, പ്രശ്നം ആണെങ്കിലും അതിനേക്കാൾ ഉപരി വിഭവങ്ങളുടെ അവകാശം ഉറപ്പിക്കുന്ന പ്രശ്നമാണെന്ന് ചണ്ടാല ഭിക്ഷുകിയിൽ പറയുന്നു. ചണ്ടാല ഭിക്ഷുകി സൂക്ഷിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ജാതി എന്ന് പറയുന്ന രൂഢമൂലമായ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആരാദ്യം ജാതി പറയുന്നത്? ബുദ്ധഭിക്ഷു ആണോ പറയുന്നത് എനിക്ക് നിന്റെ വെള്ളം വേണ്ടാന്നല്ലല്ലോ പറയുന്നത്, അല്ലേ? ബുദ്ധഭിക്ഷു വെള്ളം ചോദിക്കുകയാണ്, ഇവളാണ് ഞെട്ടുന്നത്. എന്ന് പറഞ്ഞ അടിത്തട്ടിലെ അവളാണ് ഞെട്ടുന്നത്. ആ സ്ത്രീ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്, അല്ലെ? രാമനായകൻ തന്റെ കിടാത്തി ഞാൻ എന്നൊക്കെ പറയുന്നത്, അല്ലേ? പറയുന്ന രംഗല്ലേ? അല്ലലാലിങ് ജാതി മറന്നുവോന്ന് ആരാ പറയുന്നത്? ഈ സ്ത്രീയാണ് പറയുന്നത്, അല്ലെ? ഞാൻ അധകൃതയാണ്, ഞാൻ ഈ പറയുന്ന തരത്തില് ഞാൻ അയിത്തജാതിക്കാരിയാണ്, ഞാൻ തൊടാൻ പറ്റാത്തവളാണ് എന്ന് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കതിൽ കാണാൻ പറ്റും. ഇതാണ് ജാതി എന്ന് പറയുന്ന ആ വലിയ ഈ സാമൂഹ്യ വ്യവഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നമുക്ക് 20കളിൽ ചൂണ്ടിക്കാണിച്ചു തന്നു. 70-ൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു കവിത ഉണ്ടാവുന്നത്, ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്ന കവിത ഉണ്ടാവുന്നത് അതിന് എത്രയോ മുമ്പ് നമുക്ക് കാണിച്ചു തന്നു. എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ 20th സെഞ്ചുറിയിൽ തന്നെ ഒരു പക്ഷേ മലയാള കവിതയിൽ വലിയ തരത്തിലുള്ള ഇതിനൊരു ഈ പറയുന്ന സംഗതി എന്ന് പറയുന്നത്, നമ്മൾ കവിത എന്ന് പറയുന്നത് നിങ്ങളെ ഏതെങ്കിലും സ്ഥലത്ത് ഈ സമയത്തിന്റെ മിച്ചമൂല്യം കിട്ടുമ്പോൾ നമുക്ക് വളരെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വായിക്കാനുള്ള ഒരു കാര്യമെല്ലാം തകർക്കുന്നുണ്ട്. അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഈ അവസരങ്ങളുടെ തുല്യത ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കവിത നിരന്തരം നമ്മളെ രാത്രി ഉറക്കാൻ വിടാത്ത, നമ്മുടെ സ്വസ്ഥതയിൽ ഇരിക്കാൻ വിടാത്ത ഒരു വലിയ ക്വസ്റ്റ്യൻ ആക്കി ഇവരൊക്കെ ചേർന്ന് മാറ്റുന്നുണ്ട്, അല്ലെ? സ്കൂളിൽ പോകാൻ പറ്റില്ല, തീയക്കുട്ടിയുടെ വിചാരം പറഞ്ഞു, എന്തിനു ഭാരതരെ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധി കൽപ്പിതമാണ് തായേ എന്ന് പറയുന്നുണ്ട്, അല്ലെ? നിനക്ക് പാരതന്ത്ര്യം ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നൊന്നല്ല, നീ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിനക്ക് നിരന്തരം പാരതന്ത്ര്യം തരുന്നെങ്കിൽ, അതിൽ സന്തോഷിക്കുന്നെങ്കിൽ നിനക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിരന്തരമായ ക്വസ്റ്റ്യനിങ് മലയാള കവിതയിൽ വളരെ മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അതാണ് വലിയ ആരോഗ്യം എന്ന് പറയുന്നത്. ഇത് പുറത്തും നടക്കുന്നുണ്ട്. അയ്യങ്കാളി വില്ലുവണ്ടി ഓട്ടുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്താണ്. നോർത്ത് ഇന്ത്യയില് ആലോചിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. 1930-കളിലൊക്കെയാണ് അങ്ങനെ ആലോചന തന്നെ വരുന്നത്. അപ്പൊ അത്രയും മുമ്പിലും മലയാളത്തില് കവിത വലിയ സ്ട്രോങ് ആയിട്ട്, കവിത മാത്രമല്ല അതിനോടൊപ്പമുള്ള പ്രവൃത്തി ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും പുതിയ സ്ഥലത്തിന് കൊതിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചാൽ അറിയാം. നിങ്ങൾ ഇപ്പം വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം ആണ്ട് ആണ് കഴിഞ്ഞത്, അല്ലെ? കഴിഞ്ഞ കൊല്ലം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 2 ആളെ പറ്റി ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒരാള് രാമനളയത് എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ രാമനളയത് മൂവാറ്റുപുഴ ആ ഭാഗത്ത് ജീവിച്ചിരുന്ന ആളാണ്. വലിയ ജന്മിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വത്ത് എന്ന് പറയുന്നത് അക്കാലത്ത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്. പക്ഷെ ഈ മനുഷ്യന് ആ കാലത്ത് പേപ്പറൊക്കെ വായിച്ച്, പത്രമൊക്കെ വായിച്ചിട്ട് അവിടെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. സുഖമായിട്ട് ഇരിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇയാൾ നോക്കുമ്പോൾ വൈക്കത്ത് സത്യാഗ്രഹം നടത്തുകയാണ്.
വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി ചെറുപ്പക്കാര്, പല മട്ടിലുള്ള ആൾക്കാര് വലിയ തരത്തിൽ മുന്നോട്ട് വരുന്നു. ഗാന്ധി അതിനനുസരിച്ചുള്ള പ്രസ്താവന ഇറക്കുന്നു, ശ്രീനാരായണ ഗുരു അതിനനുകൂലിച്ചുള്ള പ്രസ്താവന ഇറക്കുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ഇയാൾ പുറപ്പെടുകയാണ്. ഇയാൾ പുറപ്പെട്ട് വൈക്കത്തെത്തുന്നു. വൈക്കത്തെത്തുമ്പോ ഈ നിങ്ങള് ഈ 2018 വലിയ പ്രളയം ഉണ്ടായില്ലേ, പല വീടുകളൊക്കെ മുങ്ങിപ്പോയി. ഈ 2018 പ്രളയത്തില് പലരും ഓർത്തൊരു കാര്യമുണ്ട്, 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു കഥ അല്ലെ. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വെള്ളപ്പൊക്കം 99 വെള്ളപ്പൊക്കമാണെന്ന് പറയും. ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കൊല്ലവർഷമാണ് 99. ഈ കൊല്ലവർഷത്തെ നമ്മള് ഇംഗ്ലീഷ് വർഷമാക്കി മാറ്റിക്കഴിഞ്ഞാൽ 1924 കിട്ടും. ഈ 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ വമ്പൻ പ്രളയാണ്. അല്ലാതെ വളരെ നമ്മൾ നടത്തുന്ന പോലെ ചടങ്ങ് സമരോ അല്ലെങ്കിൽ ഇന്ന് പ്രഖ്യാപിച്ചു ഇന്ന് അതുകൊണ്ട് നമുക്ക് പ്രകടനം നടത്തി കളയാമെന്നുള്ളതല്ല. 600 ദിവസത്തിനപ്പുറമാണ് ആ സത്യാഗ്രഹം നീണ്ടു നിന്നത്. അപ്പോ കഴുത്തിനൊപ്പം വെള്ളത്തിൽ നിന്നാണ് സത്യാഗ്രഹം. രാമനിളയത് അവിടെ ചെന്നപ്പോ 2-3 ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ഞാനും ഇതിൽ ചേരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി നിന്നു. കഷ്ടകാലം എന്ന് പറയട്ടെ, അന്നാണ് ഈ സവർണർ ഈ സമരത്തെ കായികമായിട്ട് ആക്രമിക്കാൻ മെനക്കെടുന്നത്. സവർണർ വന്നപ്പോ പിടികിട്ടിയത് ഒരാള് രാമനിളയതാണ്. രാമനിളയതിന്റെ 2 കണ്ണിലും ചുണ്ണാമ്പ് തേച്ചു. ചുണ്ണാമ്പ് തേച്ച് കാഴ്ച പോയി, ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ചു, ഒരാൾ സമരം, ഒരാളും വിളിക്കാതെ, അയാൾ ആ കമ്മിറ്റിയിലൊന്നുമല്ല, അയാൾ താഴ്ന്ന ജാതിയല്ല, അയാൾ സ്വയം പ്രചോദിതനായിട്ട് ഒരു സമരത്തിൽ വന്നു. ആദ്യത്തെ ദിവസം തന്നെ കണ്ണുപോയി. ഭാഗികമായി പിന്നെ ചികിത്സിച്ചിട്ടാണ് ഭാഗികമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്നത്. പി കൃഷ്ണപിള്ളേര് സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞ ആത്മകഥയില് ഒരു ഭാഗമുണ്ട്. എനിക്ക് വൈക്കം 14-15 വയസ്സാണെന്ന് കൃഷ്ണപിള്ളയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ, വൈക്കത്തുകാരനാണ്. കൃഷ്ണപിള്ള ഈ വാർത്ത അറിഞ്ഞിട്ട് ഓടിച്ചു ചെല്ലുമ്പോ രാമനിളയതിന്റെ 2 കണ്ണുകളും രക്തമയമായ ഗോളങ്ങളായിട്ട് മാറിയിരുന്നു എന്നാണ് കൃഷ്ണപിള്ള എഴുതുന്നത്. ഇയാള് സാധാരണഗതിയിൽ എന്ത് തീരുമാനിക്കും? നമ്മളൊരു ആവേശത്തിന് ചാടി പുറപ്പെട്ടു അല്ലെ, അന്ന് തന്നെ നമുക്കിത് പറ്റി, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി എന്നായിരിക്കും നമ്മുടെ വിചാരം. പോയില്ല. പോയിട്ട് തന്റെ സ്വത്ത് വിറ്റ് അവിടെ ഒരു വിദ്യാലയം തുടങ്ങി. ഈ വിദ്യാലയം ദളിതർക്ക് പഠിക്കാനുള്ള വിദ്യാലയമായിരുന്നു. അയ്യങ്കാളിയെ തിരുവിതാംകൂറിൽ നിന്ന് കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. അങ്ങനെ സ്വത്ത് വിറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇക്വാളിറ്റി ഉള്ള, സമത്വമുള്ള ഒരു ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുഴുവൻ സ്വത്തും നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്ത മനുഷ്യനായി. ആ സമയത്താണ് വിനോബ ഭാവെ തന്റെ ഭൂദാന പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ വരുന്നത്. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിലമ്പൂരിൽ കുറച്ച് ഭൂമി കിട്ടി. അവിടെയാണ് രാമനിളയത് താമസിക്കുന്നത്. നമ്മുടെ കുറൂർ, ഇവിടെയുള്ള തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മക്കുറിപ്പില് ഒരു ഭാഗം പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഇവിടുത്തെ വടക്കുംനാഥ മൈതാനത്തിൽ കൂടെ നടന്നു പോകുമ്പോ അവിടെ ഒരു അനാഥ ചടങ്ങ് എടുക്കുന്നു, ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, പോലീസ് ഉണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അത് രാമനിളയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ ഓർമ്മയെ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞാൽ, ഒരു സമരത്തില് ഒരു കാര്യത്തിലും പങ്കെടുക്കേണ്ട ഒരാള് ആ സമരത്തിന്റെ നടുക്കിലേക്ക് എടുത്ത് ചാടുന്നു. ആ സമരത്തിൽ നിന്ന് കിട്ടിയ ആവേശം അദ്ദേഹം ജീവിതം മുഴുവൻ കൊണ്ടുകൊടുക്കുന്നു, തുടർന്ന് നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് നിരവധി നഷ്ടങ്ങൾ ഉണ്ടാവുന്നു. എന്നിട്ടും അയാൾ വ്യതിചലിക്കാതെ നിൽക്കുന്നു. ഈ രാമനിളയതിനൊപ്പം തന്നെ വേറൊരാളെയും ചുണ്ണാമ്പ് തേക്കുന്നുണ്ട്. അത് ആമചാടി തേവൻ എന്ന് പറഞ്ഞ ദളിതനായിരുന്നു. ആമചാടി തേവൻ പൂത്തോട്ടക്കാരനായിരുന്നു. അവിടെ നിന്നാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി. ഈ അദ്ദേഹത്തിന്റെ ജന്മി ഒരു ഉദാഹരണമായതുകൊണ്ട് കുറച്ചു കാലം പഠിപ്പിച്ചു. അവിടെ നിന്ന് ഒരു വലിയ സാമൂഹ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം സമരത്തിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇളയതും ഈ ആമചാടിത്തേവനും ഒത്തുചേരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യരും ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, പുതിയൊരിടത്താണെന്ന് വിചാരിച്ചിരുന്നു. ആ പുതിയൊരിടം എന്താണ് എന്ന് നിർവചിക്കുന്നതിൽ കവിത വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് കുമാരനാശാന്റെ കവിതയില് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, പേര് തന്നെ എന്താ, നളിനി, ലീല, അല്ലെ, ചിന്താവിഷ്ടയായ സീത, പിന്നെന്താ ചണ്ടാല ഭിക്ഷുകി, അല്ലെ. പൊതുസ്ഥലത്ത് സ്ത്രീ ഇല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല. പക്ഷെ പൊതുസ്ഥലം, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പൊതുസ്ഥലത്ത് ഇവര് കൂടി ഉണ്ട്, ഇവർക്ക് വലിയ എക്വാളിറ്റി ഉണ്ടെന്ന് ഉള്ള അർത്ഥത്തില് ഇങ്ങനെ വരച്ചു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പൊ പറയും, ഇന്നാള് പ്രസിദ്ധ ചരിത്രകാരി ഉമാ ചക്രവർത്തി പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, ഫെമിനിസ്റ്റ് ഓറല്ല എന്ന് പറയുന്നത്, ഞാൻ ഫെമിനിസ്റ്റും മറ്റെന്തൊക്കെയോ കൂടിയാണ്. അതുപോലെ ആ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഓരോ മനുഷ്യരും, ഞാൻ ഇന്ന ജാതിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ഇളയതാണ്, അതേസമയം മറ്റെന്തോ കൂടിയാണ്, ഞാൻ ദളിതനാണ്, അതേസമയം മറ്റെന്തോ കൂടിയാണ്, എല്ലാവരും പുറത്തേക്ക് ഇങ്ങനെ പ്രസരിക്കാൻ വിചാരിച്ചിരുന്നു. അപ്പൊ ആ സ്ഥലത്താണ് കുമാരനാശാനെ പോലെയുള്ള ഒരാളുണ്ടാവുന്നത്. ഇങ്ങനെ ഇന്ത്യയിലുടനീളം ഇങ്ങനെ തങ്ങളുടെ ജീവിത സ്വത്വത്തിൽ നിന്ന്, തങ്ങളുടെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള, സാമൂഹ്യമായിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പുറത്ത് കടക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ആ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂല്യങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാൾ ഒരു ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ കുറെ ആൾക്കാർ കൂടിയിരുന്നിട്ട് ഇങ്ങനെ വേണം എന്ന് എഴുതി വെച്ചാൽ അതൊന്നും ഇന്ത്യൻ സമൂഹത്തിലേക്ക് വ്യാപിക്കില്ല. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടത്. അതാരും പറയാറില്ല, പൊതുവെ ആലോചിക്കാറില്ല. എന്താ സാഹചര്യം? നമ്മൾ യുദ്ധത്തിനെ പറ്റി പറഞ്ഞു. യുദ്ധത്തിനെ പറ്റി പറയുമ്പോ മലയാളം ചാനൽ തുറന്നാൽ നിങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവനെ കൊല്ല്, തകർക്ക്, ചവിട്ട്, പൊളിക്കി എന്ന് പറയുന്ന തരത്തിലുള്ള ആക്രോശങ്ങളാണ്. ആരാണ് അവര്? ഭീകരരൊക്കെ പോട്ടെ, അതൊക്കെ വേറെ കാര്യം. ആരാണ് ഈ അവര്? ഒരു രാജ്യമായ സ്ഥലത്തുനിന്ന് 2ആയി പിരിഞ്ഞു പോയതാണ്, അല്ലേ? ആ പിരിഞ്ഞുപോയ മനുഷ്യരുടെ അവരിഷ്ടത്തിനാണോ പോയത്? അല്ല, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. 18 ലക്ഷം മനുഷ്യര് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു. ഈ 18 ലക്ഷം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് ഔദ്യോഗികമായിട്ട് നോക്കുമ്പോൾ 2 ലക്ഷം പേരുടെ ജീവിതം അവിടെ തീർന്നു, റോട്ടി തീർന്നു. ചോര അത്ര ഒഴുകി, ഇല്ലേ? എത്രയോ മനുഷ്യര്, പ്രത്യേകിച്ച് സ്ത്രീകള് നിരന്തരമായി റേപ്പ് ചെയ്യപ്പെട്ടു, നിരന്തരമായി അവരുടെ വീടുകൾ മുഴുവൻ തകർക്കപ്പെട്ടു, സ്വത്ത് പോയി. ഒരു സുപ്രഭാതത്തിൽ പറയാണ്, നിങ്ങൾ ഹിന്ദുവാണ് അങ്ങോട്ട് പോകണം, നിങ്ങൾ മുസ്ലിമാണ് ഇങ്ങോട്ട് പോകണം. ഒരുമിച്ച് ജീവിച്ച സ്ഥലത്ത് നിന്ന് അപ്രൂട്ടഡ് ആയ മനുഷ്യരാണ്, അവിടുന്ന് പറിച്ചെടുത്ത മനുഷ്യരാണ്. അവർ വിചാരിച്ചിട്ടാണോ? അവരുടെ ആഗ്രഹമായിരുന്നോ? ഒരിക്കലുമല്ല. ഇങ്ങനെ ഉണ്ടായ 2 രാഷ്ട്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ കഥയാണ് വിഭജനം എന്ന് പറയുന്നത്. ഇവിടെ ഈ പാവർട്ടിയിൽ നിങ്ങൾ കവിത പറയുമ്പോൾ ഓർക്കേണ്ടതാണ്, മറിയാത്തോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 13 അന്ന് ഏതാണ്ട് 13 വയസ്സ്. ആ സമയത്ത് 13 വയസ്സില് ഒരു കവിത എഴുതുന്നു, മലയാള കവിത എഴുതുന്നു. മലയാള കവിത അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് പ്രസിദ്ധീകരിക്കുന്നു. വലിയ കാര്യമാണെന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരിക എന്ന് പറഞ്ഞാൽ. ജീവിതം വിഷാദാത്മകം എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങമ്പുഴയുടെ ശൈലിയിലുള്ള കവിതയാണ്. എത്തി നോക്കില്ലിനി വെള്ളലുക്കിട്ട താരകൾ എന്നൊക്കെ പറയുന്ന കവിതയാണ് എഴുതുന്നത്. ഈ കവിത മറിയാത്തു എഴുതുന്നു, അത് വലിയ തരത്തില് വായിക്കപ്പെടുന്നു. അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ മറിയാത്തുവിനെ പറ്റി ഒരു ലേഖനം വരുന്നു. 13 വയസ്സുള്ള കുട്ടിയുടെ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് ലേഖനം വരുന്നു. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ മറിയാത്തു ശ്രദ്ധിക്കപ്പെടുന്നു. പാവർട്ടി സ്കൂളിൽ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ്. ഈ കുട്ടി വളരെ ദരിദ്രയായിരുന്നു. അപ്പോ 51-52 കാലത്ത് ഈ കുട്ടിയുടെ സഹോദരൻ പാകിസ്ഥാനിലേക്ക് പോവാണ്. പാകിസ്ഥാനില് ഇന്നത്തെ പോലെ യാത്രാവിലക്കൊന്നുമില്ല. കാരണം ആദ്യത്തെ വാറ് വന്നപ്പോഴാണ് ഈ ഇതൊക്കെ പ്രശ്നമാവുന്നത്. വാറ് നടന്നിട്ടില്ല, 51-52 ഇങ്ങനെ പോകുന്നു. അവിടെ പോയി കറാച്ചിയിൽ പോയിട്ട് അയാൾ ഒരു ഹോട്ടലൊക്കെ നടത്തി പച്ച പിടിക്കുന്നു. ജീവിതം പച്ച പിടിച്ചപ്പോ ഇവിടെയുള്ള എല്ലാവരെയും മറിയാത്തു അടക്കമുള്ള മനുഷ്യരെ കറാച്ചിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് അവരെഴുതിയ കത്തുണ്ട്, സഹപാഠികൾക്ക് എഴുതിയ കത്തുണ്ട്. ആ സഹപാഠിയിൽ എഴുതിയ കത്തിൽ പറയുന്നു, ഇതൊരു പക്ഷെ മലയാളത്തിൽ എഴുതുന്ന എൻ്റെ അവസാനത്തെ വാചകങ്ങളായിരിക്കാം എന്ന് പറയുന്നുണ്ട്.
അന്ന് സഹപാഠികള് മലയാള പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച്, അക്കാലത്തെ മലയാള പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച്, ആദ്യകാലത്ത് അന്ന് അബ്ദുൽ കലാം ആസാദ് മന്ത്രിയാണ്, കേന്ദ്രത്തിലെ മന്ത്രിയാണ്. ആസാദിനെ കണ്ട് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് ഇത് കൊടുത്തയക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ മറിയാത്തവനെ പറ്റി നമുക്ക് യാതൊരു വിവരവും ഇല്ല, അറിയില്ലെന്ന്, അവിടെ ഏതോ അമ്മൂമ്മയായിട്ട് ജീവിച്ചിരിപ്പുണ്ടോന്നും നമുക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മലയാളത്തിൽ നമ്മളെപ്പോലെയൊക്കെ കവിത എഴുതാൻ ശ്രമിച്ച് കവിത എഴുതുന്നതിൽ ഒരു പരിധി വരെ വിജയിച്ച ഒരു സ്ത്രീയെ ഒരു സുപ്രഭാതത്തിൽ അവര് ജീവിച്ചിരുന്ന സ്ഥലത്തുനിന്നും പ്രണയിച്ചിരുന്ന ഭാഷയിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടു വിടുകയാണ്. മറിയാത്തൂന്റെ രക്ഷയാണോ അത്? അല്ല, അന്നത്തെ രാഷ്ട്രീയ രക്ഷയാണ്. അപ്പൊ ഇതാണ് വിഭജനം എന്ന് പറയുന്നത്. ഗോൽദോ എന്ന് പറഞ്ഞ കഥയുണ്ട്, സാദത്ത് ഹസൻ മണ്ടോലയാണ്, മറക്കില്ല നമ്മളത് വായിച്ചാൽ. സാദത്ത് ഹസൻ മണ്ടോലയുടെ കഥയില് ഈ അച്ഛനും മകളും കൂടി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ഈ വിഭജനത്തിന്റെ സമയത്ത്. പിരിഞ്ഞുപോയി മകള്, കാണാനില്ല, ഈ ലഹളയിൽ കാണാണ്ടായി. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു കിട്ടുമ്പോ റെയിൽവേ ട്രാക്കിന്റെ വശത്ത് ബോധരഹിതയായിട്ടാണ് കിട്ടുന്നത്. ജീവൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എടുത്ത് ആശുപത്രി കൊണ്ടുപോയി, തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. അപ്പൊ ആകെ ലഹളയാണ്, കറണ്ടൊന്നുമില്ല, വിദ്യുത് ശക്തി ഒന്നുമില്ല. പക്ഷെ ഡോക്ടർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഈ കുട്ടിയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടേബിളിൽ കെടുത്തും, വെളിച്ചൊന്നുമില്ല. അപ്പൊ പരിശോധിക്കാൻ വേണ്ടിയിട്ട് തന്റെ സഹായിയോട് പറയും ജനാല തുറക്കാൻ പറയും. ഹിന്ദി പറയുമ്പോൾ ഖോൽദോ എന്ന് പറയും, തുറക്കാന്ന് പറയും. ഈ ജനാല തുറക്കും. ഈ ഖോൽദോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോ ഈ സ്ത്രീ തന്റെ സ്കർട്ട് പൊക്കിയിട്ട് കാലിങ്ങനെ അകത്തി വെക്കുകയാണ്, തുറക്കാൻ പറയുന്നു. കാരണം ഇവള് ഈ 3 ദിവസം മുഴുവൻ ഇവിടെ പുറത്ത് ആള് കയറിയിരിക്കും. ഖോൽദോ എന്ന് പറയും, റേപ്പ് ചെയ്യാനുള്ള സംഗതി. ഈ വാക്ക് അവരുടെ മനസ്സിൽ ഈ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഉള്ളിൽ ആ വാക്കുണ്ടാക്കിയ മുറിവ് എന്ന് പറയുന്നത് വലുതായിരുന്നു. ഇങ്ങനെ ഒരു കഥ സാദത്ത് ഹസൻ മണ്ടോ എഴുതി തരും. ഇതാണ് വിഭജനം എന്ന് പറഞ്ഞാൽ, ഇതാണ് നടന്നിട്ടുള്ളത്. ഇതാണ് മനുഷ്യരുടെ ചോര കൊണ്ടാണ് രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഫുട്ബോൾ കളി കാണുന്ന പോലെ, ക്രിക്കറ്റ് കളി കാണുന്ന പോലെ ഈ ഓരോ ചാനലിൽ ഇരുന്ന് മനുഷ്യർ അവരെ കൊല്ല് ചവിട്ടി കൂട്ടെന്ന് പറയുമ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പരിഷ്കൃതത്വം എന്താണെന്ന് ആലോചിച്ചു നോക്കും അല്ലെ? ആശാനൊക്കെ ജീവിച്ചത് അത്ര ചെറിയ ഒരു സൗകര്യങ്ങളുടെ ലോകത്തായിരുന്നു. അന്നത്തെ മഹാകവികൾ പോലും ജീവിച്ചത് ചെറിയ സൗകര്യങ്ങളുടെ ലോകത്തായിരുന്നു. 54 വയസ്സിലാകാണ്ട് ആശാൻ മരിച്ചുപോയി. സംഭവം മുങ്ങിയിട്ടാണ് മരിക്കുന്നത്. ആകെ 15 കൊല്ലം കവിത എഴുതാൻ പറ്റിയിട്ടുള്ളൂ. 35 വയസ്സിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആശാൻ എഴുതി തുടങ്ങുന്നത്. അപ്പൊ അത്ര പരിമിതമായ ലോകത്ത് നിന്ന് അവര് കണ്ട സ്വപ്നം എന്ന് പറയുന്നത്, കവിതയിൽ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പണ്ട് പറയും ഈ ജാതിക്കെതിരെ കലാപം ചെയ്ത ഈ വലിയ കവികൾ, ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വലിയ റെസിസ്റ്റൻസിന്റെ ചരിത്രമുണ്ട്. കവിത മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ട. കവിതയിൽ എങ്ങനെ റെസിസ്റ്റ് ചെയ്ത് മനുഷ്യർ നിന്നു. അതിൽ ആണുണ്ട്, പെണ്ണുണ്ട്, താഴ്ന്ന ജാതിയുണ്ട്, ഉയർന്ന ജാതിയുണ്ട്. പുതിയൊരു ലോകത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന് മനസ്സിലാവും. ഈ മനുഷ്യരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആകെ അവർ 100 കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവും. 100 കിലോമീറ്റർ പരിധിയിലേ അവർ സഞ്ചരിച്ചിട്ടുള്ളൂ. അവിടെ നിന്നിട്ടാണ് ഈ വലിയ ലോകദർശനം അവരുണ്ടാക്കിയിരുന്നത്. ഇന്ന് നമ്മള് വലിയ തരത്തിലുള്ള, അല്ലെങ്കിൽ ലോകം വിപണി നമ്മളെ വ്യാമോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ജീവിതം ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് കവിതയാണ് എഴുതുന്നതെന്ന് സ്വയം ആലോചിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ മനുഷ്യരും തമ്മിലുള്ള അടുപ്പം സൃഷ്ടിക്കുന്നതാണ്. ജാതിക്കപ്പുറം, മതത്തിനപ്പുറം, രാഷ്ട്രത്തിനപ്പുറം ഒക്കെ മനുഷ്യർ ഒന്നാണെന്ന് പറയുന്ന ബോധം സൃഷ്ടിക്കുന്ന, റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന കവിതകൾ എഴുതുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഭരണഘടനയ്ക്ക് സമാന്തരമായ ഒരു പ്രവൃത്തിയാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. അംബേദ്കർ ഭരണഘടന ഭരണഘടനാ അസംബ്ലിയിൽ നടത്തുന്ന ഒരു അന്തിമ പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ നാളെ മുതൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾക്ക് ഇതുവരെ ഇത് പരിചയമില്ല. നിങ്ങൾക്ക് ഏതോ രാജാവ് ജീവിക്കുന്നതാണ് പരിചയം, അല്ലെങ്കിൽ ഒരു വിദേശി, ബ്രിട്ടീഷുകാർ പറയുന്ന നിയമങ്ങൾ അനുസരിക്കുന്നതാണ് പരിചയം. നാളെ മുതൽ നമ്മൾ സ്വന്തം ജീവിക്കാൻ തുടങ്ങുകയാണ്. സ്വന്തം ജീവിക്കാൻ തുടങ്ങുമ്പോൾ
നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്ന 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് കരുതരുത്. തെരഞ്ഞെടുപ്പ് ഒരു ടെക്നിക്കൽ പ്രോസസ്സ് മാത്രമാണ്, സാങ്കേതികമായ പ്രോസസ്സ് മാത്രമാണ്. അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, ആ പാർട്ടി അധികാരത്തിൽ കയറി, ഇതൊക്കെ ടെക്നിക്കൽ പ്രോസസ്സാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസിയാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല, രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല. രാഷ്ട്രീയ ജനാധിപത്യം സാങ്കേതികമാണ്. ഇതിനപ്പുറം സാമൂഹ്യ ജനാധിപത്യം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തില് ഇന്ത്യൻ സമൂഹത്തെ നിരന്തരം പുതുക്കി പണിയുന്ന പ്രവൃത്തിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത് പോയാൽ എവിടെ സ്വാതന്ത്ര്യത്തിന് കോട്ടുണ്ടാവുന്നു, എവിടെ സഹോദര്യത്തിന് കോട്ടുണ്ടാവുന്നു, എവിടെ തുല്യതയ്ക്ക് കോട്ടുണ്ടാവുന്നു, അവിടെ ഇടപെടലാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്കൽ ഡെമോക്രസി മാത്രമല്ല, ഈ പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ, ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ അപ്പുറത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞ പ്രഹസനാണ്. ആ ഫ്രെയിമിൽ കൂടെ, ആ പറയുന്ന ചട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഏത് ഫാസിസത്തിനും കടന്നു വരാന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന പ്രോസസ്സ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു ആശയം വെച്ചിട്ട് സമൂഹത്തെ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞത് എവിടെയോ വെച്ച് നിലച്ചു. അത് നിലച്ചപ്പോ മറ്റത് വെറും സാങ്കേതിക ക്രിയയായി. 5 കൊല്ലം കൂടുമ്പോ വോട്ടിടുക എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളെ സംഘടിപ്പിക്കാൻ പറ്റും, ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ പറ്റും, നമ്മൾ എന്തിനെയൊക്കെ ആറ്റി ഓടിച്ചു എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യത്തിലും ആളെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് തീർന്നു. അപ്പൊ ഈ സോഷ്യൽ ഡെമോക്രസി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ആദ്യത്തെ അംബേദ്കർ തന്നെയാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഈ പറയുന്ന ഭരണഘടന നമുക്ക് തന്നു. വലിയ പ്രശസ്തനായ അംബേദ്കർ വലിയ തരത്തില് ലോകം മുഴുവൻ വാഴ്ത്തി. അത് കഴിഞ്ഞിട്ട് ഈ ഭരണഘടന പ്രദാനം ചെയ്യുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോയി നിന്നു, ദാദറില് തോറ്റു. അല്ലെ, താൻ ഉണ്ടാക്കിയ ഭരണഘടനയുടെ ആദ്യത്തെ പ്രയോഗത്തിൽ തോറ്റ ആളാണ് അംബേദ്കർ. പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ. ആരാ ജയിച്ചത്? നാരായൺ കജ്റോൾക്കർ എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾ ആരെങ്കിലും നാരായൺ കജ്റോൾക്കർ അറിയോ? ഞാൻ ഈ ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ ഓർമ്മ വയ്ക്കില്ല ഇടയ്ക്കിടയ്ക്ക് പേര്. നാരായൺ കജ്റോൾക്കർ ആർക്കും അറിയില്ല. കുമാരനാശ വലിയ കവിത എഴുതി 24 ആണ് കുമാരനാശ മരിക്കുന്നത്. 23 കരുണ ഒഴിച്ച് ബാക്കിയൊക്കെ എഴുതി. വലിയ പ്രശസ്തനായി, വലിയ പേരാണ്. കൊല്ലത്തുനിന്ന് ഇലക്ഷൻ നടന്നു. ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭയെ നോമിനേറ്റ് ചെയ്യാണ് പതിവ്. ഒരു ഇലക്ഷന്റെ ആദ്യ സമ്പ്രദായം കൊണ്ടുവന്നു. കൊല്ലത്ത് പോയി നിന്നു. കൂളായിട്ട് തോറ്റു. അന്ന് ജയിച്ചത് ആരായിരുന്നു? സി കേശവന്റെ ആത്മകഥയിലെ ഈ വിവരമുള്ളത്. സി കേശവൻ പറയുന്നത് അന്ന് ജയിച്ചത് ആരാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ വലിയ ലോകം എന്ന് പറയുന്നത്, രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ലോകം എന്ന് പറയുന്നത് അത്രമേൽ ക്ഷണികാണ്. അല്ലേ? ഷേക്സ്പിയറിന്റെ കാലത്തെ ഭരണാധികാരി ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. പഠിക്കണം നമ്മൾ പോയി. അല്ലേ? വലിയ എഴുത്തുകാരുടെ, വലിയ കവികളുടെ കാലത്ത് രാജ്യം ഭരിച്ചിരുന്നത് ആരാണെന്ന് അറിയാൻ നമ്മൾ പുസ്തകം നോക്കണം പോയിട്ട്. അല്ലേ? ആ കാലത്ത് ഒരുപക്ഷെ കവികളെക്കാൾ വലുതായിരിക്കും അവരൊക്കെ. വലിയ സിംഹാസനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അല്ലെ? ലണ്ടൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ കവി വന്ന് പാടിയത് തരിശുഭൂമിയാണെന്നാ പാടിയത്. അല്ലെ? എലിയറ്റ് പറഞ്ഞ എന്താ? വേസ്റ്റ് ലാൻഡ് ആണിത്. നിങ്ങള് ആ സമയത്ത് ലണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ എല്ലാ സമ്പത്തും കുമിഞ്ഞുകൂടിയ സ്ഥലമാണ്. അത് നോക്കി വേസ്റ്റ് ലാൻഡ് ആണെന്ന് പറയാനുള്ള ധൈര്യം കവിക്കുണ്ടായി. എന്ന് പറഞ്ഞാല് കവി കാണുന്നത് ഈ ദിവസവും പത്രത്തിൽ പറയുന്ന കാര്യമോ ഈ ടി വിയിൽ വിളിച്ചു പറയുന്ന കാര്യമല്ല, മറിച്ച് മനുഷ്യ ബന്ധങ്ങളുടെ ലോകമാണ് ആൾ കാണുന്നത്. ആ മനുഷ്യ ബന്ധങ്ങളുടെ ഇക്വാളിറ്റിക്ക്, ആ മനുഷ്യ ബന്ധങ്ങളുടെ ലിബർട്ടിക്ക്, ആ മനുഷ്യ ബന്ധങ്ങളുടെ സാഹോദര്യത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അത് ആദ്യം വിളിച്ചു പറയുന്ന ഒരു സംഗതിയാണ് കവിത. അതുകൊണ്ട് ഈ ഭരണഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുറത്ത് ഈ പറയുന്ന രക്തം ഒഴുകുമ്പോ ഉണ്ടാവുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ടാണ് അതിൽ ഇത്രയും കൺസെൻസസ്, ഇത്രയും എല്ലാ ആൾക്കാരും അതില് യോജിച്ചത്. പല പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ, പല ആശയത്തിൽപ്പെട്ട ആൾക്കാർ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയത്തില് ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്
അവസാനമായിട്ട് ഞാൻ പറയാം, പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നിർണയിക്കുന്ന റോളില് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭരണാധികാരികളും ഭരണാധിപന്മാർക്കും ചെയ്യുന്നതിലധികം കവിത ചെയ്തിട്ടുണ്ട്. കവിത കൊണ്ടുവന്നിട്ടുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത് നിയമം കൊണ്ടുവന്നിട്ടുള്ള മൂല്യങ്ങളെക്കാൾ എത്രയോ അധികമാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ ലോകവും ഈ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ടെക്നോളജി, ഒരു ഭാഗത്ത് വലിയ വിപണിയുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ, മറുഭാഗത്ത് ചോര, ഇരുട്ട്, കരച്ചില്, മരണം. ഇതാണ് നമ്മുടെ ലോകം പിളർന്നിരിക്കുന്നത്. ഇത് രണ്ടിനെയും സമന്വയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ട്, ഹ്യൂമൻ ആക്ടാണ്, മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ആക്ടാണ്. ആ മനുഷ്യത്വപരമായിട്ടുള്ള പ്രക്രിയയിൽ എല്ലാവരുടെ എന്ന പോലെ കവിയും പങ്കുചേരണം. ആ വഴിയാണ് നമ്മൾ ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ട് പോകുന്ന പോക്കിനെ നമ്മളുടേതായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.